ബി.ജെ.പിയിലേക്ക് വന്നാൽ ബി.ജെ.പി പറയുന്നത് 25% വോട്ട് ഷെയറിംഗ് അവർ നേടും എന്നുള്ളതാണ്. എന്താണ് ബി.ജെ.പിയുടെ ഒരു ഇടപെടലിനെ കുറിച്ച് CPIM-ന്റെ LDF-ന്റെ ഒരു ബി.ജെ.പിയുടെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ടേക്ക് വെച്ച ഒരു മുൻകൈ ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം, അതുപോലെ തന്നെ വലതുപക്ഷം, പിന്നെ BJP എന്ന രീതിയിലുള്ള ഒരു മൂന്ന് കക്ഷി സംവിധാനത്തിൻ്റെ ഒരു പശ്ചാത്തലം അവർ ഒരുക്കിയിരുന്നു. ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് അവർ ദുർബലരാകുകയില്ല. വോട്ട് ചിലപ്പോൾ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ അവർ ഒരു പിടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. അവർ ദുർബലരാകുകയില്ല, വോട്ട് ഷെയറും കുറയുകയില്ല. അവർ 25% പറയുന്നത്. അതൊന്നും നേടാൻ കേരളത്തിൽ അവർക്ക് സാധിക്കുന്നതല്ല എന്നുള്ളതാണ് വളരെ വ്യക്തതയോടുകൂടിയുള്ള ഉത്തരം. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരുപാട് ആത്മഹത്യകൾ നേതാക്കളുടെ തിരുവനന്തപുരത്തൊക്കെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര പ്രശ്നം BJPയും വലിയ രീതിയിൽ വലച്ചിട്ടുണ്ട്. നിരവധി റബലുകൾ മത്സരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവർക്ക് താല്പര്യമില്ലാത്തവർ മരിക്കുമ്പോൾ, അതായത് ആത്മഹത്യ ചെയ്താൽ അപ്പോൾ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പരസ്യമായി പറയുകയും പിന്നീട് RSകാരെ തിരുത്തി RSSൻ്റെ പ്രമുഖ നേതാവാണെന്ന് പറയുകയും പിന്നീട് സമ്മതിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ ഉൾപ്പെടെ അവിടെ ഉണ്ടായി. തമ്പിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു.